മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. 2/9 × 9 = 9 × 1/3 ആണ്. 2 9 ക്യാൻസൽ ആവും. ഈ 9ഉം 3ഉം ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 3 കിട്ടും. സോ P/Qയുടെ റേഷ്യോ എന്തായി? 2:3 എന്നായി. P/Qയുടെ റേഷ്യോ എന്തായി? 2:3 എന്നായി. അതേപോലെ രണ്ടാമത്തെ ആളെ നോക്കിക്കോളൂ. Q/R ആണ്. 2/7 = 5/14 ആണ്. സോ രണ്ടുപേര് 7ഉം 14ൻ്റെയും LCM എന്ന് പറയുന്നത് എന്താണ്? 14 ആണ്. സോ ഞാൻ രണ്ട് ടേംസിനെയും 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. 2/7 × 14 ചെയ്യുമ്പം 7ഉം 14ഉം ക്യാൻസൽ ആവുമ്പം എനിക്ക് 2 എന്ന് കിട്ടും അല്ലേ? 2/7 × 14 = 5/14 × 14 ആണ്. സോ ഇത് ക്യാൻസൽ ആകുമ്പോൾ ഇവിടെ 2 ആണ്. ഇത് രണ്ടും ക്യാൻസൽ ആകും. സോ എനിക്ക് എന്ത് കിട്ടും? 4:5 എന്ന് കിട്ടും. സോ എൻ്റെ Q/R എന്താണ്? 4:5 ആണ്. നമ്മൾ എക്സാമിനേഷൻസിൽ നമ്മൾ ചെയ്യണ സമയത്ത് നമ്മൾ ഇത്രയും സ്റ്റെപ്സ് എഴുതി ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് ചെയ്യണം. R/S നോക്കിക്കോളൂ. ഞാൻ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. എഴുതി ചെയ്യരുത്. നമുക്കറിയാം നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷനിൽ, ബാങ്ക് എക്സാമിനേഷനിൽ 2 എക്സാമിനേഷൻസ് ഉണ്ട്. ഒന്ന് പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, ഒന്ന് മെയിൻസ് ആണ്. മെയിൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് ആവും. പക്ഷെ നമുക്ക് കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. പക്ഷേ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രത്യേകത നമുക്ക് എന്താണ്? ചിലപ്പോൾ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഹാർഡ്ലി 1 മിനിറ്റ് ആയിരിക്കും കിട്ടുക. ഹാർഡ്ലി ആണ്, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു മാക്സിമം 1 മിനിറ്റ് എന്നുള്ള ആ ഒരു രീതിയിലാണ് അവർ ആ ഒരു ടൈം സെറ്റ് ചെയ്തേക്കണത് അല്ലേ? അപ്പം നമ്മൾ എത്ര സ്പീഡായി നമ്മുടെ കാൽക്കുലേഷൻസ് എത്ര സ്പീഡാണോ അതനുസരിച്ചിട്ടാണ് നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത്. എത്രയും പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യൻ ഉടനെ മനസ്സിലാക്കിയ പാടെ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതിന് നമുക്ക് കുറച്ച് സമയം വേണം. സോ കാൽക്കുലേഷൻസ് എന്തായിരിക്കണം? മാക്സിമം സ്പീഡായി നമുക്ക് കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റണം. പ്രിലിമിനറി നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് മെയിൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഭയങ്കര സൂപ്പർ ഇൻ്റലിജൻ്റ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ കാൽക്കുലേഷൻസും എന്തായിരിക്കണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്ക് നല്ല സ്പീഡിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റണം. നോക്കിക്കോളൂ. 5 10